നമസ്കാരം. കേരളത്തിന്റെ തദ്ദേശ ഭരണ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതും അത്യപൂർവമായൊരു ചരിത്ര സംഭവത്തിന് തൃശൂർ വിയു സെൻട്രൽ ജയിലിൽ നിന്ന് സാക്ഷ്യം വഹിച്ചു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ ജയിലിന്റെ ഇടുങ്ങിയ കരിങ്കൽ മതിലുകൾക്കുള്ളിൽ വെച്ച് BJP കൗൺസിലർ ആർ സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ജനപ്രതിനിധിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഇത്തരമൊരു അസാധാരണ സാഹചര്യത്തിൽ സുഗതന് രണ്ടാമതും വാചകം ചൊല്ലി വീണ്ടും കൗൺസിലറാകേണ്ടി വന്നത്. കേരളത്തിലെ ഒരു ജനപ്രതിനിധി ജയിൽ മുറിക്കുള്ളിൽ വെച്ച് ഔദ്യോഗികമായി അധികാരം ഏറ്റെടുക്കുന്നത് ഇത് ആദ്യമായാണ്. ഇന്ന് രാവിലെയായിരുന്നു ചടങ്ങ്. 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ജയിലിലെത്തിയാണ് നിയുക്ത കൗൺസിലർക്ക് ഇത്തവണ കൃത്യമായ നിയമപ്രകാരം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സുഗതൻ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സാധാരണയായി വലിയ ജനപങ്കാളിത്തത്തോടെയും ആഘോഷങ്ങളുടെയും നഗരസഭാ കൗൺസിൽ ഹാളുകളിൽ നടക്കേണ്ട ചടങ്ങാണ് കനത്ത പോലീസ് കാവലിൽ ജയിലിനുള്ളിൽ ഒതുങ്ങിയത്. കർശനമായ ജയിൽ ചട്ടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രം നടത്തിയ ചടങ്ങിന് പങ്കെടുക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം 20-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുഗതൻ ഉൾപ്പെടെ 20ഓളം കൗൺസിലർമാരുടെ ആദ്യ സത്യപ്രതിജ്ഞ നിയമപരമായ കാരണങ്ങളാൽ കോടതി റദ്ദാക്കി. ഭരണഘടനാപരമായ നിബന്ധനകൾ ലംഘിച്ച് ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും നാമങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് അന്ന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് മറ്റ് കൗൺസിലർമാരെല്ലാം നഗരസഭയിൽ വെച്ച് തന്നെ പുനഃസത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഈ സമയത്തിനിടയിൽ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാവുകയും തുടർന്ന് കാപ്പ കേസ് പ്രതിയാവുകയും ചെയ്തതോടെ സുഗതൻ ജയിലിലായി. സുഗതൻ ജയിലിലായതോടെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജൂൺ 9-നാണ് വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്തത്, ജയിലിലടച്ചതും. ഇതിനെതിരെ അദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും കാപ്പ ഉപദേശക സമിതി അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ സാഹചര്യത്തിൽ നഗരസഭയിൽ നേരിട്ടെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം നൽകണമെന്ന ആവശ്യവുമായി സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചു. മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143 പ്രകാരം മേയർക്ക് മുന്നിൽ ഹാജരാകാൻ യാത്രാ സൗകര്യം ഒരുക്കണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ കാപ്പ തടവുകാരനായതിനാൽ പ്രതിയെ പുറത്തുവിടാൻ കഴിയില്ലെന്ന കർശന നിലപാട് ജയിൽ വകുപ്പും ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു. ഇതോടെയാണ് കേസ് പരിഗണിച്ച ഹൈക്കോടതി ജനാധിപത്യ സംവിധാനത്തിലെ ജനവിധിയെ മാനിച്ചുകൊണ്ട് തികച്ചും വിപ്ലവാത്മകമായ ഒരു വിധി പുറപ്പെടുവിച്ചത്. കേവലം സാങ്കേതികമായ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയുടെ അവകാശങ്ങളെയും ജനവിധിയെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിയൂർ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ കോടതി അസാധാരണമായ ഉത്തരവ് നൽകുകയായിരുന്നു. ഇത്തരം അത്യപൂർവ്വ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോടതിക്ക് സവിശേഷമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് ജഡ്ജി പറഞ്ഞത്. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വലിയ പോലീസ് സന്നാഹമാണ് വിയൂർ ജയിൽ പരിസരത്തുണ്ടായത്. ജനാധിപത്യവും നിയമവ്യവസ്ഥയും ഒരുപോലെ കൈകോർത്ത ഈ അപൂർവ ചടങ്ങ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തായാലും സുഗതൻ വാഴോട്ടുകോണത്തെ കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. കാപ്പ കേസ് പ്രതി ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. എന്നാൽ കോടതിയുടെ നിരീക്ഷണമാണ് അതിൽ ഏറ്റവും പ്രസക്തം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ ഒരാൾക്ക് ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ജനാധിപത്യ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സുഗതനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കണം എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ചരിത്രത്തിലെങ്ങുമില്ലാത്ത സവിശേഷമായ പ്രത്യേകമായ രീതിയാണ് ഇന്ന് എന്തായാലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്.